പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ്റെ മുഖത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഡേവിഡും അബിയും ഇരിക്കുന്നുണ്ട്. അബിയുടെ മുഖത്ത് ദേഷ്യവും നിരാശയും മാറി മാറി വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകളിങ്ങനെ ഇറുകെ പിടിച്ചിരുന്നു. എന്താടാ അബി, നീ എന്താ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഒരു ഡീല് പോയെന്ന് വെച്ച് നമ്മൾ തോറ്റെന്നൊന്നും നീ കരുതരുത്, നാഗേന്ദ്രൻ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ നേരിയൊരു പരിഹാസം കലർന്നിട്ടുണ്ടായിരുന്നു. അഭി പെട്ടെന്ന് എൻ്റെ തലയുയർത്തി നാഗേന്ദ്രനെ നോക്കി. അവൻ്റെ കണ്ണുകൾ തീ പാറുന്നുണ്ടായിരുന്നു. ഒരു ഡീല്, അതൊരു സാധാരണ ഡീലായിരുന്നില്ല നാഗേന്ദ്ര. ആ ഡീല് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. എല്ലാം ശരിയായതായിരുന്നു. അവസാന നിമിഷം ആ ആദർശ് എല്ലാം നശിപ്പിച്ചു. അവൻ്റെ മുന്നിൽ എനിക്ക് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നു. അത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്ര തവണ ഞാൻ അവൻ്റെ മുന്നിൽ ഇങ്ങനെ തോൽക്കുന്നു. ഈ പ്രാവശ്യമെങ്കിലും ഞാൻ അവൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുമെന്ന് വിചാരിച്ചതാ. പക്ഷേ എല്ലാം മണ്ണടിഞ്ഞു, അബി പല്ലെറുമ്പിക്കൊണ്ട് പറഞ്ഞു. അബിയുടെ വാക്ക് കേട്ട് ഡേവിഡ് ഒന്ന് ചിരിച്ചു. അബി, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആദർശ് ഇനി ജയിച്ചെന്നിരിക്കും, പക്ഷേ നമ്മൾ അവനെ വീഴ്ത്തും. അതിനുള്ള ബുദ്ധി നമുക്കില്ലേ? ആ സമയത്താണ് അവന്തിക അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അവൾ എന്തൊക്കെയോ സ്വപ്നം കണ്ട് നടക്കുന്നത് പോലെ തോന്നി. നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നത്? ആദർശേട്ടൻ്റെ കാര്യമാണോ? അതൊക്കെ വിട്. എൻ്റെ അനിയേട്ടൻ ഭയങ്കര സന്തോഷത്തിലാ. അനിയേട്ടൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്കും വല്ലാത്തൊരു സമാധാനമാണ്, അവന്തിക ചിരിച്ചോണ്ട് പറഞ്ഞു. അവന്തികയുടെ വാക്ക് കേട്ടപ്പോൾ അബിയുടെ ദേഷ്യം ഇരട്ടിച്ചു. അവൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റ്. നിനക്കെപ്പോഴും ആ അനിയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. അവൾക്ക് അവൻ്റെ ഒരു അനിയേട്ടൻ. ഓ, നീ അവനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത മാത്രമേ നിന്റെ മനസ്സിലുള്ളൂ. അവൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് എന്താണ് ഇത്ര വലിയ ഉറപ്പ്? അബിയുടെ ചോദ്യം കേട്ട് അവന്തികയുടെ മുഖത്ത് ചിരി അങ്ങ് മാഞ്ഞു. അവൾ അവനെ തുറപ്പിച്ചു നോക്കി. നിനക്കറിയില്ലേ അവന്തികയെ, ആ നന്ദു, അവൾ ഇപ്പോഴും അവൻ്റെ മനസ്സിൽ, അല്ലാതെ നീയൊന്നുമല്ല. നന്ദുവിനെ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അനി നിന്നെ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. പിന്നെ അവൻ എൻ്റെ നമ്പർ 1 ശത്രുവാണ്. ആദർശിനേക്കാളും പക എൻ്റെ മനസ്സിൽ അവനോട് ഞാൻ കൊണ്ടു നടക്കുവാണ്. അത് നീ മറക്കണ്ട, അബി ദേഷ്യത്തോടെ പറഞ്ഞു. അവന്തിക ഇത് കേട്ടപ്പോൾ വല്ലാത്ത വാശി തോന്നി. അവൾ അബിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ പറഞ്ഞു. കണ്ടോ, ഏട്ടന് യാതൊരുവിധ താല്പര്യമില്ല ഞാൻ ഏട്ടന് വിവാഹം കഴിക്കുന്നതിൽ. എനിക്കും വലിയ താല്പര്യമുണ്ടായിട്ടോ അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടോ ഒന്നുമല്ല ആദ്യം ഞാനിത് നിന്നത്. പക്ഷേ അച്ഛൻ അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വല്ലാതങ്ങ് കയറിക്കൂടി. ഇനി ഏത് വിധേനയും അനിയുടെ ഭാര്യയാവണം എനിക്ക് ആ നന്ദുവിനെ തോൽപ്പിക്കണം. അനിയേട്ടൻ എൻ്റേത് മാത്രമായിരിക്കും. അവന്തികയുടെ വാക്കുകളിൽ ഒരു ഭ്രാന്തിൻ്റെ സൂചനയുണ്ടായിരുന്നു. അവന്തിക അവിടെ നിന്ന് പോയതിനു ശേഷം നാഗേന്ദ്രൻ അബിയെ നോക്കിയിട്ടൊന്ന് കണ്ണടച്ച് കാണിച്ചു. അവൾ പറയുന്നത് കേട്ടില്ലേ? അവൾക്ക് അനിയെ വേണം, പക്ഷേ നമുക്ക് ആദർശിനെ ഇല്ലാതാക്കണം. ആദർശ് ജീവനോടെ ഇരുന്നാൽ ഇനി നമ്മളുടെ ഒരു ബിസിനസ്സും പച്ചപിടിക്കത്തില്ല. അവനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. ഡേവിഡ് മുന്നോട്ട് വന്നു പറഞ്ഞു. എന്നിട്ട് പതുക്കെ ചോദിച്ചു, എന്താ നിന്റെ പ്ലാൻ എന്ന്? നാഗേന്ദ്രൻ്റെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. നമുക്കൊരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആരും സംശയിക്കാത്ത രീതിയിൽ ആദർശ് പോകുന്ന വഴിയിൽ വെച്ച് ആദർശിനങ്ങ് തീർത്ത് കളയണം. അതോടെ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. അബിയുടെയും ഡേവിഡിൻ്റെയും കണ്ണുകളിൽ നാഗേന്ദ്രൻ്റെ ആ ഒരു പ്ലാന് കേട്ട് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ഇരുട്ടിലേക്ക് മറയുന്ന പകലിനെ പോലെ തന്നെ സാക്ഷിയാക്കി അവർ ക്രൂരമായ ഒരു പദ്ധതി രൂപം നൽകി. ആകാശം കറുത്തിരുണ്ടു. ഏത് നിമിഷവും വലിയൊരു മഴ പെയ്യുമെന്നൊരവസ്ഥ. നഗരത്തിലെ തിരക്കുകൾ പതിയെ കുറഞ്ഞു തുടങ്ങിയിരുന്നു. റോഡിലെ തെരുവുകളിൽ മങ്ങിയ വെളിച്ചം പരന്നു നിന്നു. നാഗേന്ദ്രൻ്റെ ആളുകൾ എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു. ആദർശ് വരാറുള്ള ആ ഒരു വിജനമായ റോഡിൽ അവർ ഒരു വലിയ ലോറിയുമായിട്ട് കാത്തിരുന്നു. ആദർശിൻ്റെ കാറ് ആ വഴി വന്ന ഒരു ദയവുമില്ലാതെ ഇടിച്ചങ്ങ് തെറിപ്പിക്കണം. അതായിരുന്നു അവർക്ക് കിട്ടിയ നിർദ്ദേശം. ദൂരെ നിന്നും ഒരു കാറ് വേഗത്തിൽ വരുന്നത് അവർ കണ്ടു. ആദർശിൻ്റെ അതേ കാറ്. അവർക്ക് ഉറപ്പായിരുന്നു അത് ആദർശ് തന്നെയാണെന്ന്. ലോറി ഡ്രൈവർ സ്റ്റിയറിംഗ് മുറുകെ പിടിച്ചു. കാർ അടുത്തേക്ക് എത്തിയപ്പോൾ അവൻ ആക്സിഡൻറ്റിലേക്ക് പെട്ടെന്നങ്ങ് അമർത്തി ചവിട്ടി. വലിയൊരു ശബ്ദത്തോടു കൂടി ആ ലോറി കാറിലേക്കങ്ങ് പാഞ്ഞു കയറി. ടപേ എന്നൊരു വലിയൊരു ശബ്ദം ആ രാത്രിയുടെ നിശബ്ദയെ കീറി മുറിച്ചു. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നു പോയിരുന്നു. ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ച് റോഡിലാകെ ചിതറി വീണു. കാറ് കരണം മറിഞ്ഞു കുറച്ചു ദൂരത്തേക്ക് തിരിച്ചുപോയി. ലോറി അവിടെ നിർത്താതെ ഇരുട്ടിലേക്ക് തന്നെ പാഞ്ഞുപോയി. കുറച്ച് സമയത്തിന് ശേഷം ആ വഴി വന്ന ആരോ വന്ന് പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ കാറിൽ നിന്നും പോലീസുകാർ വളരെ പാടുപെട്ടുകൊണ്ടാണ് ആളെ പുറത്തെടുത്തത്. അയാളുടെ മുഖമാകെ ചോര കൊണ്ട് നിറഞ്ഞിരുന്നു. പെട്ടെന്ന് ഒരു പോലീസുകാരൻ കാറിൽ കിടന്ന് ആ ഒരു ഫോൺ എടുത്ത് നോക്കി. സ്ക്രീനിൽ തിരഞ്ഞ പേര് കണ്ട് അയാൾ ഞെട്ടി. അത് ആദർശിൻ്റേതായിരുന്നില്ല. ആദർശിൻ്റെ കാർ അന്ന് അനി എടുത്തുകൊണ്ട് പോയതായിരുന്നു. ചോരയിൽ കുളിച്ച് ജീവൻ പകുതിയും പോയ അവസ്ഥയിൽ ആ സ്ട്രക്ചറിൽ കിടന്നത് അനിയായിരുന്നു. ആശുപത്രിയിലെ എമർജൻസി വാർഡിലേക്ക് അനിയെ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർമാരുടെ മുഖത്ത് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റി. പൾസ് ഭയങ്കര ഡ്രോപ്പാണ്. ബ്ലഡ് ഒരുപാട് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സർജറി വേണം. സീനിയർ ഡോക്ടർ നിർദ്ദേശം നൽകി. അനിയുടെ തലക്ക് വല്ലാത്തൊരു ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. ഓരോ നിമിഷവും അവൻ്റെ ജീവൻ ഒരു നൂൽപാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോഴാണ് നന്ദു ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റത്. സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു.
കഴിഞ്ഞിരുന്നു. സ്ക്രീനിൽ നവീൻ്റെ പേര് കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. നെഞ്ചെടുപ്പോടുകൂടി അവൾ ആ ഫോൺ എടുത്തു. ഹലോ നവീനേട്ടാ. നന്ദു, നീ പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്കൊന്ന് വായോ. നമ്മുടെ അനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അനിയുടെ നില ഭയങ്കര സീരിയസ് ആണ്. നവീൻ്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ അങ്ങ് താഴേക്ക് വീണു. അവൾക്ക് ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് പോലെയൊക്കെ അവൾക്ക് തോന്നി. കണ്ണുകളിൽ ഇരുട്ട് കയറി. എൻ്റെ അനിക്ക്. അവൾ ഉറക്കെ കരയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി നന്ദുവിന്. എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് ഓടി. ഐസിൻ്റെ മുന്നിലെത്തുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. നവീൻ തലയിൽ ഇങ്ങനെ കൈവച്ച് നിലത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്തികയും അഭിയും തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദു ഓടിച്ചെന്ന് നവീൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. നവീനേട്ടാ, എൻ്റെ അനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? എന്തു പറ്റിയതാ അവന്? അവനൊന്നുമില്ലല്ലോ അല്ലേ? നന്ദു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നവീൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നന്ദു. ഡോക്ടർമാർ സർജറി ചെയ്യാണ്. തലക്ക് വലിയ പരിക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റു വേറൊരു വഴിയും നമുക്കില്ല. നന്ദു ഐസിൻ്റെ ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ മെഷീനുകളുടെയും ട്യൂബുകളുടെയും ഇടയിൽ ജീവന് വേണ്ടി പൊരുതുന്ന തൻ്റെ സ്നേഹനിധിയായ അനിയെ കണ്ടപ്പോൾ അവളുടെ ഹൃദയം അങ്ങ് തകർന്നുപോയി. അവളുടെ കണ്ണുനീർ ആ ചില്ലുവാതിലിൽ നിന്ന് വീണു ചിതറി. അനി, നീ എന്നെ വിട്ടിട്ട് പോവരുത്. നീയല്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. നീ തിരിച്ചു വരണം. അവൾ മനസ്സുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചു. അതേസമയം അവിടെ മാറി നിൽക്കുന്ന അവന്തികയുടെ മനസ്സിൽ വേറെ ചില ചിന്തകളായിരുന്നു. അനിയുടെ ഈ അവസ്ഥയിൽ അവൾക്ക് പുറമേ സങ്കടമായിരുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് നന്ദുവിനോടുള്ള ദേഷ്യമായിരുന്നു കൂടുതൽ. നന്ദു അനിയുടെ അടുത്ത് നിന്ന് അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അഭയും നാഗേന്ദ്രനും പ്ലാൻ പാളിയതിൻ്റെ ടെൻഷനിലായിരുന്നു. ആദർശിന് പകരം അനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത് അവരുടെ പ്ലാനുകളെല്ലാം തന്നെ തെറ്റിച്ചു. എങ്കിലും അനി മരിച്ചാൽ നന്ദുവിനെ എന്നേക്കുമായിട്ട് ഒഴിവാക്കാമെന്ന് അവന്തിക ഉള്ളിലിങ്ങനെ കണക്ക് കൂട്ടി. മണിക്കൂറുകൾ നീണ്ടു നിന്ന് സർജറിക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരും ഓടിച്ചെന്ന് ഡോക്ടറുടെ ചുറ്റും നിന്നു. ഡോക്ടർ, അനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? നന്ദു ചോദിച്ചു. ഡോക്ടർ ഒരു ദീർഘനിശ്വാസം വിട്ടു. സർജറി കഴിഞ്ഞു. പക്ഷേ പേഷ്യൻ്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ്. തലച്ചോറിന് വലിയ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. 24 അവേഴ്സ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. ബോധം വരാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാം. ഡോക്ടറുടെ വാക്കുകൾ അവരുടെ നെഞ്ചിൽ ഇടുത്തി പോലെയാണ് വീണത്. നന്ദു തളർന്ന് താഴേക്കിരുന്നു പോയി. രാവും പകലും അവൾ ഐസിയുവിൻ്റെ മുന്നിൽ തന്നെയിരുന്നു. അനിയുടെ ഓർമ്മകൾ അവളെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവർ ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷ നിമിഷങ്ങൾ, അവൻ്റെ ചിരി, അവൻ്റെ കുറുമ്പുകൾ എല്ലാം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. 2 ദിവസങ്ങൾക്ക് ശേഷം ഐസിയിൽ നിന്നും അനിയുടെ വിരലുകൾ അനങ്ങാൻ തുടങ്ങി. നഴ്സ് വന്നു പറഞ്ഞു. എല്ലാവർക്കും വലിയൊരു ആശ്വാസമായി. നന്ദുവിന് ലോകം മുഴുവൻ തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. ഡോക്ടർമാർ അകത്തേക്ക് കയറി പരിശോധിച്ചതിനു ശേഷം ഒരാൾക്ക് അകത്തേക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. നന്ദു ഒട്ടും വൈകാതെ ഐസിയുനുള്ളിലേക്ക് ഓടിക്കയറി. അവന്തികക്ക് അത് കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു. അവളും നന്ദുവിൻ്റെ പുറകെ തന്നെ അകത്തേക്ക് കയറി. ഐസിയുവിൻ്റെ തണുത്ത അന്തരീക്ഷത്തിൽ ഒരുപാട് മെഷീനുകളുടെ ശബ്ദങ്ങൾക്കിടയിൽ അനി കണ്ണുകൾ പതുക്കെ തുറന്നു. ചുറ്റും എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത ഒരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. നന്ദു ഓടിച്ചെന്ന് അനിയുടെ കൈകളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും സന്തോഷ കണ്ണീരൊഴുകിയിറങ്ങി. അനി, നീ കണ്ണു തുറന്നല്ലോ. എൻ്റെ അനി, എനിക്ക് ആകെ പേടിയായി പോയി അനി. നീ ഇനി എന്നെ വിട്ടു പോവരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല അനി. നന്ദു കരഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അനിയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ നന്ദുവിനെ വല്ലാത്ത അപരിചിതത്തോടെ നോക്കി. പെട്ടെന്ന് തന്നെ അവൻ നന്ദുവിൻ്റെ കൈകളിൽ നിന്നും തൻ്റെ കൈയങ്ങ് വലിച്ചെടുത്തു. ദയവ് ചെയ്ത് നീ എൻ്റെ കയ്യിൽ പിടിക്കരുത്. അനിയുടെ ശബ്ദം പരിക്കനായിരുന്നു. അതിൽ വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു. നന്ദു ഞെട്ടിപ്പോയി. അവൾക്കൊന്നും മനസ്സിലായില്ല. അനി, എന്താ നീ ഇങ്ങനെ പറയുന്നത്? ഞാനാ നന്ദു, നിന്റെ സ്വന്തം നന്ദു. നിനക്കെന്താ എന്നെ മനസ്സിലായില്ലേ? അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. അനി വീണ്ടും പുറകോട്ട് കൈവലിച്ചു. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ നന്ദുവിൻ്റെ പുറകിൽ നിൽക്കുന്ന അവന്തികയുടെ നേരെ പോയി. അനിയുടെ മുഖത്ത് നേരിയൊരു ആശ്വാസം വന്നതുപോലെ തോന്നി. അവന്തികയെ അനി വിളിച്ചു. അവന്തിക പെട്ടെന്ന് മുന്നോട്ട് വന്നു. അനിയേട്ടാ, ഞാൻ ഇവിടെയുണ്ട്. ഞാനുണ്ട് കൂടെ. അവൾ അനിയുടെ അടുത്തേക്ക് ചെന്നു. അവന്തികയെ കണ്ടപ്പോൾ അനിക്കെന്തോ വല്ലാത്ത ആശ്വാസം കിട്ടിയതുപോലെ തോന്നി. അവൻ അവന്തികയെ നോക്കി ചോദിച്ചു. അവന്തികയെ, ഇതാരാ ഈ സ്ത്രീ? ഇവളെന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കരയുന്നത്? എനിക്കിങ്ങനെ ടെൻഷൻ തരാതെ ഇവരോടൊന്ന് പുറത്തേക്ക് പോവാൻ പറ. ആ വാക്ക് കേട്ടപ്പോൾ നന്ദുവിൻ്റെ ലോകം അവിടെ അവസാനിക്കുന്നത് പോലെ തോന്നി. അവൾക്ക് ശ്വാസം കിട്ടാതെയായി. ഹൃദയം ആരോ പറിച്ചെടുക്കുന്നത് പോലെ വലിയൊരു വേദന അവളുടെ മനസ്സിൽ തട്ടി. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനിയുടെ അടുത്തേക്ക് ആഞ്ഞു. അനി, നീ എന്താ ഈ പറയുന്നത്? നിനക്കെന്നെ മനസ്സിലായില്ലേ? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ അനി. നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? നവീനേട്ടനും നീയും ഞാനൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? നീ എന്നെ മറന്നുപോയോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനി. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കാനി പ്ലീസ് അനി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദു ആകെ തകർക്കുകയാണ്. നന്ദുവിൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയായിരുന്നു. പക്ഷേ അനി അവളെ നോക്കി മുഖം തിരിച്ചു. അവന് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. എനിക്കിവരെ അറിയില്ല അവന്തികെ.
ഇവരോട് പുറത്തിറങ്ങി പോവാൻ പറ, എനിക്ക് തലവേദനിക്കുന്നു. അനി കണ്ണുമുറുക്കി അടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അവന്തികയുടെ മനസ്സിലപ്പോൾ വലിയ ഉത്സവമായിരുന്നു നടക്കുന്നത്. അവൾക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനി നന്ദുവിനെ മറന്നുപോയിരിക്കുന്നു. തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണിത്. ഇനി അനി തൻ്റേത് മാത്രമാണ്. അവന്തികയുടെ ചുണ്ടിൽ വിജയത്തിൻ്റെ ഒരു ചെറിയ ചിരി മിന്നി മറഞ്ഞു. അനിയേട്ടൻ ടെൻഷനാവല്ലേ, ഞാൻ പറയാം. അവന്തിക അനിയുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൾ തിരിഞ്ഞ് നന്ദുവിനെ നോക്കി. നന്ദു, ഡോക്ടർ പറഞ്ഞില്ലേ അനിയേട്ടന് ടെൻഷൻ കൊടുക്കരുത് എന്ന്? നീ കേട്ടതല്ലേ? നീ കണ്ടില്ലേ, അനിയേട്ടന് നിന്നെ ഓർമ്മയില്ല. നീ വെറുതെ ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളമുണ്ടാക്കാതെ, അനിയേട്ടന് ബുദ്ധിമുട്ടാവും. നീ പുറത്തേക്ക് പോയിക്കോ നന്ദു. അവന്തികയുടെ ശബ്ദത്തിൽ വലിയൊരു ഗർവുണ്ടായിരുന്നു. നന്ദു ഒരു നിമിഷം അങ്ങ് തറഞ്ഞു നിന്നുപോയി. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അനിയുടെ മുഖത്ത് നോക്കി അവൾ ഒന്നുകൂടി നോക്കി. അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. അവളുടെ അനി അവളെ പൂർണ്ണമായും മറന്നിരിക്കുന്നു. ഇനി ഒരിക്കലും അവൻ അവളെ തിരിച്ചറിയാൻ പോകുന്നില്ലേ? അവളുടെ സ്നേഹം മുഴുവൻ അവൻ മറന്നുപോയോ? സങ്കടവും നിരാശയും താങ്ങാനാവാതെ നന്ദു അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ഐസിയുടെ വാതിൽക്കൽ അവൾ തളർന്നു വീണു. നവീൻ ഓടി വന്ന് അവളെ താങ്ങി പിടിച്ചു. എന്താ നന്ദു, നിനക്ക് പറ്റിയത്? നവീൻ പരിഭ്രമത്തോടെ ചോദിച്ചു. നവീനേട്ടാ, അവൻ എന്നെ മറന്നുപോയി. എനിക്ക് എന്നെ ഓർമ്മയില്ല നവീനേട്ടാ. അവൻ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു. അവൻ ആ അവന്തികയെ മാത്രം ഓർക്കുന്നുള്ളൂ. ഞാൻ ആരാണെന്ന് പോലും അവൻ അറിയില്ലത്രേ. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും നവീനേട്ടാ? നന്ദു നവീൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് വാ വിട്ട് കരഞ്ഞു. നവീൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനിക്ക് നന്ദുവിനെ മറക്കാൻ എങ്ങനെ കഴിയും? അവൻ വേഗം ഐസിയിലേക്ക് പോയി ഡോക്ടറോട് സംസാരിച്ചു. ഡോക്ടർ പുറത്തു വന്ന് നന്ദുവിനോടുമായിട്ട് പറഞ്ഞു. അപകടത്തിൽ നിന്നും അനിയുടെ തലച്ചോറിലെ ഓർമ്മകളുടെ ഭാഗത്തിന് വലിയൊരു ആഘാതമേറ്റിട്ടുണ്ട്. ഇതിനെ നമ്മൾ റെട്രോഗ്രേഡ് അംനീഷ്യ എന്നാണ് പറയുന്നത്. അതായത് അവൻ്റെ ജീവിതത്തിലെ കുറച്ച് കാലത്തെ ഓർമ്മകൾ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് എത്ര കാലത്തേക്കാണോ എന്നും ഇനി തിരിച്ചു കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അവനിപ്പോൾ ഏതോ പഴയ കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവന് നന്ദുവിനെ ഓർമ്മയില്ലാത്തതും അവന്തികയെ ഓർമ്മയുള്ളതും. ഡോക്ടറുടെ വാക്ക് കേട്ട് നന്ദു ഒരു കൽപ്രതിമയെ പോലെ നിന്നു. അവളുടെ ജീവന്റെ പാതി അവളിൽ നിന്നും അടർന്നു പോയതുപോലെയായിരുന്നു അവൾക്ക്. അതേസമയം ഐസിയുവിൽ അവന്തിക അനിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അവളുടെ മനസ്സിലോർത്തു, ഇനിയിപ്പോൾ ഈ നന്ദുവിനെ മറന്ന് ഇതേ സമയം ഞാനാണ് അവൻ്റെ കാമുകിയെന്നെങ്ങാനും, ഞാനാണ് അനിയെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നാണ് അനിയേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്കിത് കിട്ടിയ നല്ലൊരു അവസരമാണ്. ഇനി അനിയേട്ടൻ നന്ദുവിനെ ഓർക്കാൻ പോലും പാടില്ല. നന്ദു അനിയേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അവന്തികയുടെ കണ്ണുകളിൽ ഒരു ക്രൂരമായ തിളക്കമുണ്ടായിരുന്നു. സ്നേഹത്തിൻ്റെ പേരിൽ അവൾ കളിക്കാൻ പോകുന്ന വലിയൊരു നാടകത്തിൻ്റെ തുടക്കമായിരുന്നു അത്. നന്ദു തൻ്റെ കണ്ണീരിൻ്റെ കടലിൽ മുങ്ങിത്താഴുമ്പോൾ അവന്തിക തൻ്റെ പുതിയ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള സ്വപ്നങ്ങളിലായിരുന്നു. വിധിയുടെ വലിയൊരു കളിയാട്ടമാണ് ആ ഒരു ആശുപത്രി മുറിയിൽ അന്ന് നടന്നത്. സ്നേഹിച്ചവളെ മറന്ന് ശത്രുവിനെ കൂട്ടുപിടിച്ച് അനി പുതിയൊരു ജീവിതത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ പുറത്തെല്ലാം നഷ്ടപ്പെട്ടവളായി നന്ദു കണ്ണീരോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അനിയുടെ ഓർമ്മകൾ തിരികെ വരുമോ? നന്ദുവിന് അവളുടെ സ്നേഹം തിരിച്ചു കിട്ടുമോ? അത് കാലം മാത്രം ഉത്തരം നൽകേണ്ട വലിയൊരു ചോദ്യചിഹ്നമായി അവിടെ അവശേഷിച്ചു. അങ്ങനെ പത്രമാറ്റിൽ ഇനി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.